യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തന പുസ്തകം 34 അധ്യായം അതിൻ്റെ 7 വാക്യം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഈ വാക്യത്തിൻ്റെ ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, യഹോവയുടെ ഭക്തന്മാർ. ആരാണ് യഹോവയുടെ ഭക്തന്മാർ? ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്ക് കൊടുത്തിരിക്കുന്നത് ദോസ് ഹു ഫിയർ ദ ലോർഡ്, ദൈവത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക് ചുറ്റും. ഭക്തന്മാർ എന്ന് പറയുന്നത് ദൈവത്തെ ബഹുമാനത്തോടെ കാണുന്നവരാണ്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ ബഹുമാനത്തോടെ കാണുവാൻ കഴിയുന്നത്? ദൈവവചനത്തോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനം, ദൈവത്തിൻ്റെ ഗൈഡൻസിനോട് നമ്മൾ കാണിക്കുന്നതായ ബഹുമാനം, ദൈവത്തിൻ്റെ നാമത്തിന് തക്കതായ മഹത്വം കൊടുക്കുന്നതായ ആ ബഹുമാനം, ഇതെല്ലാം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ഭക്തനാക്കുന്നു. അതാണ് ദൈവഭക്തൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സകല വഴികളിലും നടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭക്തൻ. അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട പ്രോമിസാണ് തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ. നമുക്കറിയാം, ഈ ലോകത്തിൽ ഉന്നത സ്ഥാനീയരായ ആളുകൾക്ക് സർക്കാരുകൾ ആംഡ് ഫോഴ്സസിനെ കൊടുക്കുന്നുണ്ട്. അവരുടേതായ സംരക്ഷണത്തിന് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, അപ്രകാരം ഈ ആംഡ് ഫോഴ്സസ് ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ പ്രൈവസിയെ തന്നെ അത് ബാധിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമുക്ക് ചുറ്റും ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചിരിക്കുന്നു എന്നുള്ളത് നാം വിശ്വസിക്കേണ്ടതാണ്. ദൂതന്മാരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, കാരണം അവർ ആത്മാക്കളാണ്. മറ്റൊരു വേദഭാഗത്ത് പറയുന്നുണ്ട്, ഈ ദൂതന്മാർ രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരുടെ സേവക ആത്മാക്കളാണ്. യഹൂദന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ഒരു കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാർ ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ഭൂമിയിലെ ഓരോ പുല്ലിനു പോലും അതതിൻ്റെ ദൂതന്മാരുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന പ്രോമിസ്, നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. പക്ഷേ അവൻ യഹോവ ഭക്തനായിരിക്കണം, എങ്കിൽ മാത്രമേ ആ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പ്രവാചകനായ എലീശ താൻ താമസിച്ചതായ സ്ഥലത്തിനു ചുറ്റും അരാമ്യ സൈന്യം വന്ന് പാളയമിറങ്ങി. എന്തിനു വേണ്ടിയാ? ഈ പ്രവാചകനെ പിടിച്ചുകൊണ്ട് പോകുവാൻ. ഈ ചുറ്റും ഇങ്ങനെയുള്ളതായ ഭീതി ഈ പ്രവാചകന്റെ ചുറ്റും ഉണ്ടെങ്കിലും ഈ പ്രവാചകൻ ഒരിക്കലും അസ്വസ്ഥനല്ല. കാരണം തനിക്ക് ദൈവം കൊടുത്തതായ ആ ആത്മീക ദർശനത്തിൽ, ആത്മീക കണ്ണിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ തനിക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. പക്ഷേ തൻ്റെ കൂടെ താമസിക്കുന്നതായ ബാല്യക്കാരൻ വളരെയധികം പ്രയാസപ്പെട്ടു. യജമാനനെ നോക്കൂ, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രവാചകൻ പറയുകയാണ്, ദൈവമേ ഇവൻ്റെ കണ്ണ് തുറക്കണമേ. എന്താണ് കാരണം? ആത്മീക കണ്ണ് തുറക്കണം എന്നാണ് ഈ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. നാം ദൈവത്തിൻ്റെ ഭക്തന്മാരാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഭയത്തിലോ ഭീതിയിലോ അല്ല ജീവിക്കുന്നത്. കാരണം നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പതറിപ്പോവുകയില്ല, പരിഭ്രമിച്ചു പോകത്തില്ല. ആ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഒരുപക്ഷെ ശാരീരികമായിട്ട് നമുക്ക് എതിരുകൾ കാണുമായിരിക്കാം, നമുക്ക് സമ്മർദ്ദങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ, നമ്മുടെ ആത്മീക കണ്ണ് തുറക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ചുറ്റും ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. യു ആർ പ്രൊട്ടക്റ്റഡ്, നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ദൈവം നിങ്ങളോടുകൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നറിയിച്ചതായി കർത്താവ് നിന്നോടുകൂടെയുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ ദിവസം നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്തു സംഭവിക്കുമെന്നോർത്ത് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം.
ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു, ഭാരപ്പെടേണ്ട, നീ യഹോവ ഭക്തനായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സുരക്ഷിതത്വം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും. അതേ യഹോവ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി, നല്ല സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ആരെങ്കിലും അരക്ഷിത ബോധത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അരക്ഷിത അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ അവരുടെ ആ അരക്ഷിതത്വം മാറ്റി ദൈവത്തിൻ്റെ ഭക്തനായിരിക്കാനും ജീവിതത്തിൽ ദൈവിക സുരക്ഷിതത്വം അനുഭവിപ്പാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾ തുടർമാനമായി കേൾക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരും യൂട്യൂബിൽ കടന്നു വന്ന് അവരുടെ പ്രാർത്ഥന വിഷയങ്ങളെ കമൻറ്റ് ചെയ്തു. നിങ്ങൾക്കും തീർച്ചയായിട്ടും പ്രാർത്ഥന വിഷയങ്ങളെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലേക്ക് 9446603384 നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം അനേകരിലേക്ക് ഷെയർ ചെയ്യുക. God bless you all. Thank you for watching Morning Dew. Kindly tuned up for next day messages.